ആത്മീയ വഴിയിലെ തടസ്സങ്ങൾക്ക് വചനമാണ് ആയുധമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. സീറോ മലങ്കര കത്തോലിക്ക സഭ, ബത്തേരി രൂപത, കാസർഗോഡ് വൈദിക ജില്ല എന്നിവയുടെ നേതൃത്വത്തിൽ തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ 4 ദിവസങ്ങളിലായി നടന്നുവരുന്ന ബൈബിൾ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. പ്രശസ്ത ബൈബിൾ പ്രഭാഷകൻ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ കൺവെൻഷനിൽ വചനപ്രഘോഷണം നടത്തി. ബൈബിൾ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വിശുദ്ധ കുർബാന, ഗാന ശുശ്രൂഷ, ബൈബിൾ പ്രതിഷ്ഠ, ബൈബിൾ പ്രഘോഷണം, ദിവ്യകാരുണ്യാരാധന എന്നിവയുണ്ടായി. കൺവെൻഷൻ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ നിങ്ങൾ വന്ന പോലെ പോകരുത്. നിങ്ങൾ വ്യത്യസ്തരായ മനുഷ്യരാകണം. ഇതുവരെ സ്വന്തമായ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്നവര് ഇനിമേൽ ദൈവത്തോടൊത്ത് സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരായി തീരണം. ഹല്ലേലൂയ. വളരെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര ചെയ്യേണ്ടവരാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ യാത്ര വന്നവരാണ്. ഇവിടെ നിന്ന് നമ്മളെല്ലാവരും ഒരു മടക്ക യാത്രയിലാണ്. ഇന്നുണ്ടായ കൊച്ചു മുതല് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തിരികെ യാത്ര ചെയ്യുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എപ്പോഴും ആരാണ് മരിച്ചു പോകുന്നതെന്ന് നമുക്കറിഞ്ഞു. ഞാൻ എറണാകുളം അരമനയിൽ പോയി അവിടുത്തെ ചോദനയ്ക്കുള്ളത് കൊണ്ട് അവിടുത്തെ റോബ് തയ്ക്കുന്ന ചേട്ടനോട് പറഞ്ഞു, പിതാവിന് ഞാനൊരു റോബ് തയ്ച്ചു തരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ്. ഓ, തയ്ച്ചു തന്നു. അദ്ദേഹം എനിക്ക് അളവൊക്കെ എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം നല്ല റോബ് തയ്ച്ച ഞാൻ ഈ റോബെല്ലാം പറഞ്ഞു, ഏതാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നല്ലൊരു റോബയാണ് അദ്ദേഹം തയ്ച്ചുകൊണ്ട് പോയി. ഞാൻ അത് കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, പിതാവെ നമ്മുടെ റോബ് തയ്ക്കുന്ന പൈസയായിട്ട് മേടിച്ചു പോയി. അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ടാകുന്ന ആളാണ്. എനിക്ക് അത്ഭുതം തോന്നി. എത്രയോ പെട്ടെന്നാണ് മനുഷ്യൻ നമ്മൾ വിട്ടുപിരിയുന്നത്. തിരികെ പോയി. തിരിച്ചു പോകേണ്ട സമയം കൃത്യമായി അറിയാത്ത മനുഷ്യരാണ് നമ്മൾ. അതാണ് ഈ യാത്രയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളുടെ ഈ യാത്രയുടെ സമയം നമുക്ക് ആർക്കും കൃത്യമായിട്ടു. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോട് നാം എല്ലാവരും സദാ വ്യാപരിക്കണം എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ തിരികെയുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഒരുക്കങ്ങൾ, ഒരു ദിവസത്തേക്ക് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ വെട്ടി ഒരുക്കണം. ഒരു 10 ദിവസത്തേക്ക് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കുന്നത്. അമ്മമാർക്കൊക്കെ ഒരു വഴിക്കൊന്ന് പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കണം. പിറ്റേന്നത്തേക്കും തിരിച്ചു വരുമ്പോഴത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ക്രമീകരിക്കുക, കോഴിക്കൂട് അടച്ചുകൊണ്ട് നോക്കുക, ഗ്യാസ് ഓഫാക്കിയാൽ നോക്കുക. 100,000 ഒരുക്കങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, ഒരു ഒരുക്കവും കൂടാതെ ഈ യാത്ര ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തുന്ന യാത്രയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ ഈ യാത്ര വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തുന്ന യാത്രയാണ്. ഏത് സമയവും ലക്ഷ്യത്തിലെത്താൻ. ചിലർക്ക് കുറെ സമയം ദീർഘമായി സഞ്ചരിക്കേണ്ടി വരും. വേറെ ചിലർക്ക് ഇന്ന് തന്നെ ലക്ഷ്യത്തിലെത്തിയിരിക്കും എന്നുള്ളത് നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. മൂന്നാമതായി യാത്രയുടെ പ്രത്യേകത, ഈ യാത്ര നേർരേഖയിലൂടെയുള്ള യാത്രയാണ്. ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് എത്തുന്നതിന് ഈജിപ്തിൽ നിന്ന് നേർവഴിയിലൂടെ നടന്നു പോയിരുന്നെങ്കിൽ ഒരു 6 മാസം മുതൽ 7 മാസം കൊണ്ട് നടന്നു തീർക്കാവുന്ന വഴിയുള്ളൂ. പക്ഷേ അവർ ആ യാത്രയ്ക്ക് എത്ര കൊണ്ട് എടുത്തു എന്ന് നിങ്ങൾ നാട്ടുകാർ വായിച്ചു കഴിഞ്ഞു. പാട്ടിനാക്കണമെന്നില്ല. 40 കൊല്ലം 40 വർഷം എടുത്തു ഒരു യാത്ര പൂർത്തിയാക്കി. അതിന് അത്രയും സമയം എടുത്തത് എന്ന് ചോദിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട സത്യമാണ്. നമ്മളുടെ വഴികളിൽ തടസ്സങ്ങളുണ്ട്.
തിരിച്ചറിയും. ഈ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.